നമസ്കാരം. ഈ വീഡിയോയിൽ നിങ്ങളുടെ പ്രസന്റേഷനിൽ ഒരു പിക്ചർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, ഒരു സിമ്പിൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതിനെ റീസൈസ് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതൊരു ബ്ലാങ്ക് സ്ക്രീനാണ്. നമുക്ക് രണ്ട് തരത്തിൽ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. ഒന്ന് നമ്മുടെ പ്രീ ഡിഫൈൻഡ് ലേ ഔട്ട് യൂസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ലേ ഔട്ട് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, ഈ സെക്കൻഡ് ടൈപ്പ് ഞാൻ സെലക്ട് ചെയ്തു. ടൈറ്റിൽ ഞാൻ കൊടുക്കാണ്. പാർട്സ് ഓഫ് എ പ്ലാന്റ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ടേബിൾ, ചാർട്ട്, ഇൻസേർട്ട് പിക്ചർ ഫ്രം ഫയൽ. നമുക്ക് ആദ്യം ഇൻസേർട്ട് പിക്ചർ ഫ്രം ഫയൽ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഫയലിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഏതെങ്കിലും പിക്ചർ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിലാണ് ഈ ഓപ്ഷൻ എടുക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പിക്ചർ ഒന്നും സേവ് ചെയ്ത് വെച്ചിട്ടില്ല. നമുക്ക് നെറ്റിൽ നിന്ന് ഒരു പിക്ചർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് പഠിക്കാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് സെർച്ച് ചെയ്യാം. ഞാൻ പാർട്സ് ഓഫ് എ പ്ലാന്റ് എന്ന് ടൈപ്പ് ചെയ്തു. എന്റർ കീ പ്രസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കുറെ പിക്ചർ ഒക്കെ കാണാം. ഇത് ഓൾ എന്നുള്ള ടാബിലാണ് കിടക്കുന്നത്. ഇമേജസ് എടുക്കുക. ഇമേജസ് എടുത്താൽ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല കളക്ഷൻസ് കിട്ടും. ഇവിടുന്ന് നല്ല ഇഷ്ടമുള്ളൊരു പിക്ചർ നോക്കി സെലക്ട് ചെയ്യുക. ഇനി ഈ പിക്ചർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പിക്ചറിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവ് ഇമേജ് ആസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യാം. ഇനി ഇത് നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ നമ്മൾ പിക്ചർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡി ഡ്രൈവിൽ പിക്ചേഴ്സ്, അതിൽ കൊണ്ടുപോയിട്ട് പിക്ചർ സേവ് ചെയ്യാം. സേവ്. നമ്മുടെ പിക്ചർ സേവ് ആയി. ഇനി നമുക്ക് ആ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞു, ഇൻസേർട്ട് പിക്ചർ ഫ്രം ഫയൽ സെലക്ട് ചെയ്യാം. നമ്മുടെ പിക്ചർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഡി ഡ്രൈവിനകത്ത് പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡറിനകത്താണ്. അതിൽ നമ്മുടെ പിക്ചർ സെലക്ട് ചെയ്യാം. ഇൻസേർട്ട്. പിക്ചർ ഇൻസേർട്ട് ആയി. ഇനി ഇതിന്റെ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതിന്റെ എഡ്ജിൽ ഈ കോർണറിൽ പിടിക്കണം. ഈ കോർണറിൽ പിടിച്ചിട്ട് വലിക്കുകയാണെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ട് നിങ്ങൾക്ക് അത് വലുതാവും, ചെറുതാവുകയും ചെയ്യും. അല്ലാതെ ഇവിടെ നമ്മൾ ഈ സൈഡിലോ മുകളിലോ പിടിച്ച് വലിച്ചാല് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല. ഈ കോർണറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ നമ്മൾ പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഇത് മൂവ് ആവുന്നത്. ഇനി ഈ പിക്ചറിന്റെ നമുക്ക് ആവശ്യമില്ലാത്ത പാർട്ടുകൾ നമുക്ക് കട്ട് ചെയ്ത് കളയണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് പിക്ചർ സെലക്ട് ചെയ്യാം. പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫോർമാറ്റ് ടാബ് ഉണ്ടാവും. ഫോർമാറ്റ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്ത് കിടക്കും. ആ ഫോർമാറ്റ് ടാബിനകത്ത് ഇവിടെ ക്രോപ്പ് എന്നുണ്ട് ഒരു ഓപ്ഷൻ കാണാം. ക്രോപ്പ്, അത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചറിന്റെ ബോർഡേഴ്സ് ചേഞ്ച് ചെയ്തേക്കുന്നത് കാണാം. ഇനി നമുക്ക് വേണ്ടാത്ത പാർട്ട് അതിന്റെ ബോർഡറിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. വേണ്ടാത്ത പാർട്ട് കട്ട് ചെയ്ത് കളയുക. പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്യാം. വേണമെങ്കിൽ റീസൈസ് ചെയ്യണമെങ്കിൽ റീസൈസ് ചെയ്യും. ഇനി പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ പിക്ചർ ഉള്ള ലേഔട്ട് തന്നെ സെലക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് ലേഔട്ട് ആണെങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബോക്സും പിക്ചറും എല്ലാം ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം.
ഇവിടെ നമുക്ക് നമ്മുടെ പഴയ സ്ലൈഡ് ലിവിങ് തിങ്സ് എന്നുള്ള സ്ലൈഡ്. ഇതൊരു ബ്ലാങ്ക് ലേഔട്ടിൽ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്തതാണ്. ഇനി ഇതിനകത്ത് ഞാനൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ രണ്ടാമത്തെ ടാബ്, ഹോം കഴിഞ്ഞിട്ടുള്ള ടാബ്, ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്യാം. നിങ്ങൾ പിക്ചർ ഉള്ള ആ ലേഔട്ട് എടുത്തപ്പോൾ കണ്ട അതേ ടൂൾസ് എല്ലാം ഇവിടെ കാണാം. അതേ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിക്ചർ, ക്ലിപ്പ് ആർട്ട് എല്ലാം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ പിക്ചർ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ, ഈ പിക്ചറാണ് നമ്മൾ ഇൻസേർട്ട് എ പിക്ചർ ഫ്രം എ ഫയൽ. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. രണ്ടാമത്തെ ക്ലിപ്പ് ആർട്ട് നെക്സ്റ്റ് കാണിച്ചു തരാം. ക്ലിപ്പ് ആർട്ട് സെലക്ട് ചെയ്തു. ക്ലിപ്പ് ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ പോയിന്റിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് പിക്ചേഴ്സ് ആണ്. കുറച്ച് പിക്ചേഴ്സ്, കുറച്ച് വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗാലറിയാണ് ഈ ക്ലിപ്പ് ആർട്ട്. അപ്പൊ ഈ ക്ലിപ്പ് ആർട്ടിനകത്ത് ഇവിടെ ക്ലിപ്പ് ആർട്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ കാണാം. ഇവിടെ നമുക്ക് എന്താണ് സെർച്ച് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് എല്ലാം കാണാം ഇതിനകത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരെണ്ണം നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഉണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് സെലക്ട് ചെയ്യാം. ആവശ്യം കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ക്ലോസ് ബട്ടൺ ഉണ്ട്, ക്ലോസ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. ഏത് സ്ലൈഡിൽ വേണമെങ്കിലും പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഷേപ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്തു. ന്യൂ സ്ലൈഡ്, ലേഔട്ട് ചേഞ്ച് ചെയ്തു. ലേഔട്ട് ബ്ലാങ്ക്. ഹോം ടാബ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം, കുറച്ച് ഷേപ്സ് കാണാം. റീസെന്റ് ആയിട്ട് യൂസ് ചെയ്ത ഷേപ്സ് ഒക്കെയാണ് ഇവിടെ കാണാൻ പറ്റുക. ഇവിടെ ഈ ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാറ്റഗറിയിലുള്ള ഷേപ്സ് കാണാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് വേണമെങ്കിൽ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. ഡീഫോൾട്ട് ആയിട്ട് വരുന്ന കളറാണിത്. ഈ കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫോർമാറ്റ് സെലക്ട് ചെയ്തു. ഷേപ്പ് ഫിൽ, ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. പിക്ചറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഫോർമാറ്റ് ഷേപ്പ് കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിലും കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈൻ കളർ ഓപ്ഷൻ ഉണ്ട്. ലൈൻ കളർ എന്ന് പറഞ്ഞാൽ ബോർഡർ ലൈൻ ആണ്. ബോർഡർ ലൈൻ ഓപ്ഷൻ ഉണ്ട്. അത് കളർ ഏതെങ്കിലും ഒരു കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ലൈൻ സ്റ്റൈൽ, ഇതിൽ ഫില്ലുണ്ട്. ഈ ഫില്ലാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത്. നേരത്തെ ഷെയ്ഡ് ഫിൽ ഓപ്ഷൻ വഴി ചേഞ്ച് ചെയ്ത കളർ. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. രണ്ട് തരത്തിലായാലും നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. പിക്ചർ ഓർ ടെക്സ്റ്റ്, ഇതുപോലുള്ള കുറെ ഇതുപോലെ നമുക്ക് പല ഫോർമാറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. 3D ഫോർമാറ്റ്സ് ഉണ്ട്. ഷാഡോ ഓപ്ഷൻ ഉണ്ട്.
ഷാഡോ ഓപ്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ട്രാൻസ്പാരൻസി ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് വരുന്നത് കാണുന്നുണ്ടല്ലോ. സൈസ് ഷാഡോയുടെ സൈസാണ്. ഇതൊക്കെ ചെയ്ത് തന്നെ നോക്കാം. നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ എന്താണ് ചേഞ്ച് വരുന്നതെന്ന്. ഇതുപോലെ ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ലൈൻ സ്റ്റൈൽ തിക്നെസ് ആണ്. എത്ര തിക്നെസ് വേണമെന്ന്. തിക്നെസ് കൂട്ടുമ്പോൾ കട്ടിയായിട്ട് വരുന്നുണ്ടല്ലോ. ഇതാണ് വിഡ്ത്ത്. ഇത് ഏത് ഷേപ്പിന്റെ ആണെങ്കിലും ടെക്സ്റ്റ് ബോക്സ് അടക്കം ഏത് ഷേപ്പിന് വേണമെങ്കിലും നമുക്ക് ഈ ഓപ്ഷൻസ് എല്ലാം കിട്ടും. ഇനി ഇതിൽ ടൈപ്പ് ചെയ്യാം. ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഫോർമാറ്റ് ചെയ്യാണ്. കളർ ചേഞ്ച് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കളർ ചേഞ്ച് വേണമെങ്കിൽ ഏതെങ്കിലും വേണം കളർ ചേഞ്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ടെക്സ്റ്റിനാണ് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ പറ്റും. ഞാനിവിടെ വെൽക്കത്തിന് വേണ്ടിയിട്ട് ഒരു ബോർഡർ കൊടുക്കുകയാണ്. ഈ ഷേപ്പുകൾ തന്നെ നിങ്ങൾക്ക് ഇൻസേർട്ട് എന്നുള്ള ടാബിനകത്തും കിട്ടും. ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്താൽ ഇവിടെ ഷേപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതേ ഷേപ്സ് തന്നെയാണ്, നിങ്ങൾ നേരത്തെ കണ്ട അതേ ഷേപ്സ് തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ഈ ഷേപ്പ് ഇവിടെ വരച്ചപ്പോൾ അതിന്റെ ബാക്ക് സൈഡിലുള്ളത് പുറകിലുള്ള ടെക്സ്റ്റ് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ടെക്സ്റ്റിനെ നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ പിക്ചറിനെ നമുക്ക് ടെക്സ്റ്റിന്റെ പുറകിലോട്ട് കൊണ്ടുപോകണം. അതിന് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ പിക്ചർ നമ്മൾ പുറകിലോട്ട് കൊണ്ടുപോവാണ്. ഇവിടെ പിക്ചർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സെൻഡ് ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ പിക്ചർ ബാക്കിലോട്ട് പോകും. ഇങ്ങനെയാണ് ഇത് വിസിബിൾ ആക്കുക. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഷേപ്സ് കൂടി കാണിച്ചു തരാം. ഇക്വേഷൻ ഷേപ്സ് മാത്സ് ടീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാം. സ്മൈലി, ബ്രാക്കറ്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ബ്രാക്കറ്റ്. സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിളായിട്ട് യൂസ് ചെയ്യാം. ക്ലൗഡ്, ആരോസ്, വേറെ ഇമ്പോർട്ടൻറ്റ് ഷേപ്പാണ് ലൈൻസ്. ഇതിനകത്ത് ലൈൻസ് എടുത്തു, ഒരു ലൈൻ ആരോ എടുത്തു, ആരോ വരച്ചു. നമുക്കിത് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് ഷേപ്പ് എടുത്തു. ഇതിനകത്ത് വിഡ്ത്ത്, ലൈൻ സ്റ്റൈലിൽ വിഡ്ത്ത് ചേഞ്ച് ചെയ്താൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ ആരോയുടെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതിൻ്റെ കളറും ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സൗകര്യത്തിനനുസരിച്ച് കളറും ചേഞ്ച് ചെയ്യാം. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. ഇതുപോലെ ബാക്കിയുള്ള ഷേപ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഈ വീഡിയോയിൽ നമ്മൾ
ഒരു പിക്ചർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, ആ പിക്ചറിനെ എങ്ങനെ ക്രോപ്പ് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, ഇതൊക്കെ പഠിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ പവർ പോയിന്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ്, അതുപോലെ സ്മാർട്ട് ആർട്ട്, ഹൗ ടു ഇൻസേർട്ട് സൗണ്ട്, മൂവി, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. തുടക്കക്കാർക്ക് തൊട്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പതുക്കെയാണ് ക്ലാസ് പോകുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.